ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശികളെ വൻതോതിൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പൊക്കി തുടങ്ങിയിരിക്കുന്നു. പല വീടുകളിൽ നിന്നും കൂട്ടമായിട്ട് ബംഗ്ലാദേശികൾ അപ്രത്യക്ഷമാകുന്ന വാർത്തയും വരുന്നുണ്ട്. ബംഗാളികൾ എന്ന വ്യാജരേഖകളിൽ താമസിച്ചിരുന്നതൊക്കെ ബംഗ്ലാദേശികളായിരുന്നു. അവർക്കിപ്പോൾ കേരളത്തിൽ സ്വൈര്യതയില്ല. സ്വസ്ഥമായും സുഖമായും സമാധാനത്തോടെ നിർഭയം ജോലികൾ ചെയ്ത് ഗൾഫ് രാജ്യത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവർക്ക് എല്ലാ രേഖകളും വ്യാജമായി നിർമ്മിച്ചു നൽകുന്നതിന്റെ പേരിൽ ഇവര് കോൺഗ്രസ് നേതാവിനെ കൂടി മുൻനിർത്തി പറഞ്ഞാൽ 25,000 രൂപയാണ് കൊടുത്തിരുന്നത്. 25,000 രൂപ കൊടുത്താൽ ഇവിടെ കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് കിട്ടും, ATM കാർഡ്, പാസ്ബുക്ക്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ അതും കിട്ടും. ഒരു 2,000 രൂപയും കൂടെ കൂടുതൽ കൊടുത്താൽ മതി. വോട്ടർ ID, റേഷൻ കാർഡ്, പാസ്പോർട്ട്, എല്ലാ രേഖകളും കിട്ടും. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനായതുകൊണ്ട് ഒരിക്കലും ഇവർ പിടിക്കപ്പെടുകയുമില്ല. ആ രൂപത്തിലായിരുന്നു ഇവർ ഇതുവരെ ചെയ്തിരുന്നത്. അപ്പൊ കേരളത്തില് ഇപ്പോൾ NIA വല വീശിയതോടുകൂടി ഇവർക്ക് ഇവിടത്തെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഡൽഹിയിൽ നിന്നും വലിയ തോതിൽ ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ, നടപടികളുമായി ഇപ്പോഴിതാ അമിത്ഷാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കർണാടകത്തിലും. അങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശികളെ കണ്ടെത്തുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. സ്വന്തം രാജ്യത്ത് കൊടും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് അതിന്റെ മറ പിടിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അവർ 25,000 രൂപ പോയാലും കുഴപ്പമില്ല, ഒരു മാസം ജോലി ചെയ്താൽ അവർക്ക് 25,000 രൂപ ഉണ്ടാക്കാൻ കഴിയും. കാരണം കോൺക്രീറ്റ് പണിക്ക് പോയാൽ 2,000 രൂപയുണ്ട് ഒരു ദിവസം. അതല്ല, റിങ് വാർക്കുന്നതിന് പോയാൽ അതിന് 1,500 രൂപ, 1,000 രൂപയുണ്ട്. വേറെ ഏത് പണിക്ക് പോയാലും ദിവസം 1,000 രൂപയുണ്ട്. ഒരു ദിവസം 7 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അപ്പൊ ഇത്രയും സുഖസുന്ദരമായി അതോ സ്വന്തം രാജ്യത്ത് കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വന്നവര് കൂടിയാണ്. അപ്പോ ഇങ്ങനെ ഉള്ളപ്പോൾ സ്വാഭാവികമാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെ ചേക്കേറും. കാരണം പിടിക്കപ്പെടില്ലല്ലോ, സുഖസുന്ദരമായിട്ട് ജീവിക്കാമല്ലോ, പണം കിട്ടും, ജോലി കിട്ടും, കുടുംബത്തോടൊപ്പം തന്നെ വന്ന് ഇവിടെ നിൽക്കാൻ പറ്റും, നിർഭയം ജീവിക്കാം, എല്ലാ ദിവസവും ജോലി, താമസിക്കാൻ വീട്, സുഖ സൗകര്യങ്ങൾ എല്ലാം. പിന്നെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ സുന്ദരമായി ജീവിതം ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും ഇവര് വിചാരിച്ചില്ല ഇവരിലെ ക്രിമിനലിസം കേരളത്തിൽ ആരെങ്കിലും പുറത്തെടുക്കുമെന്നും തങ്ങൾ ഓരോരുത്തരായി പിടിക്കപ്പെടുമെന്നും. ഒരാൾ ചെയ്താൽ മതിയല്ലോ, എല്ലാവരും പിടിക്കപ്പെടും. അങ്ങനെയാണ് ഒന്നൊന്നായി ബംഗ്ലാദേശികളെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും. ഇപ്പോഴിതാ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മാത്യു സാർ പറയുന്നുണ്ടായിരുന്നു 2 ലക്ഷത്തിലധികം ബംഗ്ലാദേശികളുണ്ടെന്ന്. ഇതൊന്നും ചെറിയ കണക്കുകളല്ല. കുടിയേറുന്ന ബംഗ്ലാദേശികൾ കടലിൽ വെച്ച് തന്നെ കൂട്ടത്തോടെ മരണമടയുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലേക്ക് അനധികൃതമായി കുടിയേറുന്ന ബംഗ്ലാദേശികൾ കടലിൽ വെച്ച് തന്നെ കൂട്ടത്തോടെ മരണമടയുന്നു എന്ന റിപ്പോർട്ട്. ബംഗ്ലാദേശികൾക്ക് ബംഗ്ലാദേശ് നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രാണരക്ഷാർത്ഥം ചെന്ന് കയറുവാണ്. എന്തുകൊണ്ടാണ് ആ രാജ്യങ്ങളൊക്കെ ഇവരെ ഓടിക്കുന്നത്? ഒന്ന്, നിയമാനുസൃതമായിട്ടുള്ള രേഖകളോടുകൂടിയല്ല ഇവരൊരു രാജ്യത്തും ചെന്ന് ചേക്കേറുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ചോര കണ്ട അറപ്പ് തീർന്ന വിഭാഗമാണ്. അതുകൊണ്ട് ഇവരെ ഒന്നും മനുഷ്യരുടെ വിഭാഗത്തിൽ കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഒരു കുടിയേറ്റ ബോട്ട് ലിബിയയുടെ തീരത്ത് മറഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതവർ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ പുറത്തുവിടുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ കുടിയേറ്റ ബോട്ട് ലിബിയയിൽ നിന്ന് മറഞ്ഞിരുന്നു. 100 കണക്കിന് ആൾക്കാരെ രക്ഷിച്ചിരുന്നുവെങ്കിലും 5 പേർ മരിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മറിഞ്ഞിരിക്കുന്ന കുടിയേറ്റ ബോട്ടിൽ നിന്ന് 23 ബംഗ്ലാദേശികളാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് കിട്ടുന്നത്. ഇവർ കുടിയേറ്റ ബോട്ട് കടലിൽ വെച്ച് മറിഞ്ഞ് ഇവരുടെ മൃതദേഹം തീരത്തടിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇനിയും ധാരാളം മൃതദേഹങ്ങൾ കടലിൽ നിന്ന് കരയിലേക്ക് അടിഞ്ഞു വരാനുണ്ട്.
ലിബിയയിലെ ബംഗ്ലാദേശ് അംബാസിഡറായിട്ടുള്ള അബ്ദുൾ ഹസ്നത്ത് മുഹമ്മദ് ഖൈബാൽ ബഷറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 56 കുടിയേറ്റക്കാരുടെ ബോട്ടാണ് അനധികൃതമായി ലിബിയയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാനായി ശ്രമിച്ചത്. ആ ബോട്ടാണ് തകരാറിലായി കടലിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ജനുവരി 28-ാം തീയതി 7 പേരുടെ മൃതദേഹം കരക്കടിഞ്ഞു. ജനുവരി 30-ാം തീയതി 2 പേരുടെ മൃതദേഹം കരക്കടിഞ്ഞു. 31-ന് 3 പേരുടെ മൃതദേഹം കരക്കടിഞ്ഞു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാരുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ കരക്കടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ലിബിയയിൽ നിന്ന് കാണാനായി സാധിക്കുന്നത്. ബംഗ്ലാദേശിലെ യൂനിറ്റ് സർക്കാരിന്റെ പിന്തുണയോടുകൂടി ജമാഅത്തെ ഇസ്ലാമിക്കാർ ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ കാരണമാണോ അതോ സ്വന്തം ക്രൂരകൃത്യം മറയ്ക്കുന്നതിന് വേണ്ടിയാണോ? എന്തായിരുന്നാലും ബംഗ്ലാദേശികൾക്ക് ബംഗ്ലാദേശിൽ നിൽക്കാൻ പറ്റാതായിരിക്കുന്നു. ലിബിയയിലെ ബ്രൈഗയിലാണ് ഈ മൃതദേഹങ്ങൾ എല്ലാം തന്നെ കരക്കടിയുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ബ്രൈഗ എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു സമാന്തര സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ്. ഈ കരക്കടിഞ്ഞവയിൽ 23 പേരുടെ ാണ് എന്ന് പറയുന്നു. പക്ഷേ ഇവരുടെ കയ്യിൽ രേഖകൾ യാതൊന്നും തന്നെ ഇല്ല. ഇവർ ആരാണെന്ന് തെളിയിക്കാൻ, ഇവരുടെ പേര് തെളിയിക്കാൻ, വിവരങ്ങൾ തെളിയിക്കാനുള്ള രേഖകളില്ല എന്നുള്ളതാണ് റെഡ് ക്രസന്റ് അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശികളാണെങ്കിലും അത് നമുക്ക് ഉറപ്പിക്കണം. പക്ഷേ അത് ഉറപ്പിക്കാനുള്ള രേഖകൾ ഇവരുടെ കയ്യിലില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്ത്യയിലേക്ക് ചേക്കേറുന്ന ആളുകളുടെ കയ്യിൽ രേഖകളുണ്ട്. വ്യാജമാണ് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ രേഖകളുമുണ്ട്. കേരളത്തിലേക്ക് കയറുന്നവർക്കാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും എല്ലാ രേഖകളും. പണം മാത്രം അവരുടെ കൈകളിൽ എത്തിച്ചാൽ മതി. മൃതദേഹങ്ങളെല്ലാം തന്നെ അഴുകിയ നിലയിലാണ് കരക്കടിയുന്നത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രൈഗയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ അജ്ദാബിയിലാണ് ഈ മൃതദേഹങ്ങൾ ഉടനടി സംസ്കരിക്കുന്നത്. കാരണം മൃതദേഹം അഴുകി തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ മെഡിറ്ററേനിയൻ കടൽ വഴി ബോട്ടിൽ യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാരെ കടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. ലിബിയയിൽ നിന്നാണ് ആ പ്രക്രിയ നടക്കുന്നത്. ആ പ്രക്രിയയെ ഗെയിം പ്രക്രിയ എന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്ന് ലിബിയയിലേക്ക് പോകുന്ന ഒരാൾ ഗെയിമിനായി പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് അനധികൃതമായി ബോട്ടിൽ കുടിയേറ്റക്കാരനായി കടക്കാനുള്ള ഒരു പ്രക്രിയയാണ് ഈ ഗെയിം. യൂറോപ്പിനെ സമാധാനത്തിന്റെ എന്താണ് നമ്മൾ പറയില്ലേ, ഇത് പട്ടം ചാർത്തി കൊടുക്കില്ലേ, ആദരിക്കുക. പട്ടൊക്കെ ഇട്ട് രാജാവ് പട്ടും വളയും ഒക്കെ കൊടുത്ത് ആദരിക്കില്ലേ, അതുപോലെ സമാധാനം യൂറോപ്പിലും സകലമാന രാജ്യങ്ങളിലും വാരി വിതറി ആ സമാധാനത്തിന്റെ പട്ട് പുതപ്പിക്കാൻ വേണ്ടിയിട്ട് ചേക്കേറിയതാണ്. പക്ഷേ ഇവരെയാണ് പിന്നീട് പുതപ്പിക്കേണ്ടി വന്നത്. അതാണ് ആ പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെയും നടന്നിരിക്കുന്നത്. 25 കുടിയേറ്റക്കാരുമായി മറ്റൊരു ബോട്ട് മാൾട്ട തീരത്ത് നിന്ന് NGO അലാം ഫോൺ അവർ പിടിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർ അവിടെയും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരാൾ ബംഗ്ലാദേശിയാണ്, അഹമ്മദ് റിയാദ് എന്നാണ് അയാളുടെ പേര്. 4 മാസം മുമ്പ് അഹമ്മദ് ബംഗ്ലാദേശിൽ നിന്ന് ദുബായിലേക്കും അവിടെ ഇവരാരെങ്കിലും പറയുമോ ബംഗ്ലാദേശികൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയാണിത് എന്ന്? ഇത് പടച്ചോന്റെ പരീക്ഷണമെന്നല്ലേ പറയൂ. മതമില്ലാത്തവന്റെ രാജ്യത്താണ് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നതെങ്കിലോ? അതും പോട്ടെ, ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിലോ അവരുടെ അനുഷ്ഠാനങ്ങളിലോ ആയിരുന്നു ഇത് സംഭവിച്ചതെങ്കിലോ ഇസ്ലാം മതവിശ്വാസികൾ അത് ആഘോഷമാക്കി കൊണ്ടുപോയേനെ. കാരണം ഞമ്മന്റെ ആളുകൾക്ക് വന്നാൽ അത് അല്ലാഹുവിന്റെ പരീക്ഷണവും മറ്റുള്ളവർക്ക് വന്നാൽ അത് അല്ലാഹുവിന്റെ ശിക്ഷയുമാണ്. അതുകൂടി നമ്മളത് മനസ്സിലാക്കണം. നന്ദി.